ഹരി ഓം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ കരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്ത്വാ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ മുതൽ വീണ്ടും ഒഴുകാൻ തുടങ്ങി. ഇന്നലെ 2 ക്ലാസ്സുകൾ എടുത്തു. ഭാഗവതം ദശമസ്കന്ധത്തിലെ 72-ാം അധ്യായമാണ്. യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിൻ്റെ ആരംഭ ഭാഗങ്ങളാണ്. അതിൽ ഇന്ന് വായിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിസ്തരിക്കാൻ പോകുന്ന ഭാഗം ജരാസന്ധ വധം എന്നുള്ള ഭാഗമായിരിക്കും. നമുക്ക് 72-ാം അധ്യായം ഒന്ന് വായിക്കാം. ആദ്യം തൊട്ട് തന്നെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 270-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ തു സഭാമധ്യേ ആസ്ഥിതോ മുനിഭിർവൃതഃ ബ്രാഹ്മണൈഃ ക്ഷത്രിയൈർവൈശ്യൈഃ ഭ്രാതൃഭിശ്ച യുധിഷ്ഠിരഃ ആചാര്യൈഃ കുലവൃദ്ധൈശ്ച ജ്ഞാതിസംബന്ധി ബാന്ധവൈഃ ശൃണ്വതാമേവ ചൈതയേഷാം ആഭാഷ്യേദമുവാചഃ. യുധിഷ്ഠിര ഉവാച. ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനീഃ യക്ഷ്യേ വിഭൂതിർഭവതഃ തൽസമ്പാദയമഃ പ്രഭോ. ത്വൽപാദുകേ അവിരതം പരിയേ ചരന്തി ധ്യായന്ത്യഭദ്രമശനേ ശുചയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭ ഭവാഭവർഗം ആശാസതേ യദിത ആശിഷ ഈശമാന്യേ. തദ്ദേവദേവ ഭവതശ്ചരണാരവിന്ദസേവാനുഭാവമിഹ പശ്യതു ലോകയേഷഃ യേ ത്വാം ഭജന്തി ന ഭജന്ത്യുതവോഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ കുരു സൃഞ്ജയാനാം. ന ബ്രഹ്മണസ്വപരഭേദമതിസ്തവ സ്യാത് സർവാത്മനഃ സമദൃശസ്വ സുഖാനുഭൂതേഃ സംസേവതാം സുരതരോരിവ തേ പ്രസാദഃ സേവാനുരൂപമുദയോ ന വിപര്യയോത്ര. ശ്രീഭഗവാനുവാച. സമ്യക് വ്യവസിതം രാജൻ ഭവതാ ശത്രുകർശന കല്യാണീ യേന തേ കീർത്തിഃ ലോകാൻ അനുഭവിഷ്യതി. ഋഷീണാം പിതൃദേവാനാം സുഹൃദാമപി നഃ പ്രഭോ സർവേഷാമപി ഭൂതാനാം ഈപ്സിതക്രതുരാടയം. വിജിത്യ നൃപതീൻ സർവാൻ കൃത്വാ ച ജഗതീം വശേ സംവൃത്യ സർവസംഭാരാൻ ആഹരസ്വ മഹാക്രതും. ഏതേ തേ ഭ്രാതരോ രാജൻ ലോകപാലാംശ സംഭവാഃ ജിതോസ്മ്യാത്മവതാതേഹം ദുർജയോ യോ അകൃതാത്മഭിഃ. ന കശ്ചിത് മത്പരം ലോകേ തേജസാ യശസാ ശ്രിയാ വിഭൂതിഭിർവാപി ഭവേദ് ദേവോപി കിമുപാർത്ഥിവഃ. ശ്രീശുക ഉവാച. നിശമ്യ ഭഗവദ്ഗീതം പ്രീതഃ ഭുല്ലമുഖാംബുജഃ ഭ്രാതॄൻ ദിഗ്വിജയേയുക്ത വിഷ്ണുതേജോപബൃംഹിതാൻ സഹദേവം ദക്ഷിണസ്യാമാദിശത് സഹസൃഞ്ജയൈഃ
ദിശി പ്രതീച്യാം നകുലം ഉദീച്യാം സവ്യസാചിനം പ്രാച്യാം മൃഗോദരം മത്സ്യൈഃ കേകയൈഃ സഹ മദ്രകൈഃ തേ വിജിത്യ നൃപാൻ വീരാ ആജഹ്രുർദിഗ്ഭ്യോജസാ അജാതശത്രവേ ഭൂരി ദ്രവിണം നൃപയക്ഷ്യത്തെ ശ്രുത്വാചിതം ജരാസന്ധം നൃപതേർധ്യായതോ ഹരിഃ ആഹോപായം തമേവാദ്യ ഉദ്ധവോ യം ഉവാചഃ ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയഃ ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യതഃ തേ ഗത്വാദിത്യവേളായാം ഗൃഹേഷു ഗൃഹമേദിനം ബ്രഹ്മണ്യം സമയാചേരൻ രാജന്യാ ബ്രഹ്മലിംഗിനഃ രാജൻ വിദ്യതിഥീൻ പ്രാപ്താനർത്ഥിനോ ദൂരമാഗതാൻ തന്നഃ പ്രയച്ഛ ഭദ്രം തേ യദ്വയം കാമയാമഹേ കിം ദുർമർഷം തിദിക്ഷൂണാം കിമകാര്യമസാധുഭിഃ കിം നദേയം വദാന്യാനാം കഃ പരഃ സമദർശിനാം യോ അനിത്യേന ശരീരേണ സദാം ഗേയം യശോ ധ്രുവം നാചിനോതി സ്വയം കൽപ്പഃ സ വാച്യശോച്യയേവ സഃ ഹരിശ്ചന്ദ്രോ രന്തിദേവ ഉഞ്ചവൃത്തിശിബിർബലിഃ വ്യാതകപോതോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം ഗതാഃ. ശ്രീശുക ഉവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ഠൈർജാഹതൈരപി രാജന്യബന്ധൂൻ വിജ്ഞായ ദൃഷ്ടപൂർവാൻ അചിന്തയത്. രാജന്യബന്ധവോ ഹ്യേതേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി ഭിക്ഷിതം തേഭ്യ ആത്മാനമപി ദുസ്ത്യജം ബലേർനുശ്രൂയത്തെ കീർത്തിഃ വിതഥാ ദിക്ഷു അകൽമഷ ഐശ്വര്യാത് ഭ്രംശിതസ്യാപി വിപ്രവ്യാജേന വിഷ്ണുനാ ശ്രിയം ജിഹീർഷതേന്ദ്രസ്യ വിഷ്ണവേ ദ്വിജരൂപിണേ ജാനന്നപി മഹീം പ്രാജാദ്വാര്യമാണോപി ദൈത്യരാട് ജീവതാ ബ്രാഹ്മണാർത്ഥായ കോന്വർത്ഥഃ ക്ഷത്രബന്ധുനാ ദേഹേന പതമാനേന നേഹദാ വിപുലം യശഃ ഇത്യുദാരമതിഃ പ്രാഹ കൃഷ്ണാർജുന മൃഗോദരാൻ ഹേ വിപ്രാവ്രിയതാം കാമോ ദദാമ്യാത്മശിരോ വിവഹ. ശ്രീഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്താ രാജന്യാ നാന്നകാംക്ഷിണഃ അസൗ മൃഗോദരഃ പാർത്ഥഃ തസ്യ ഭ്രാതാർജുനോ ഹ്യയം അനയോർമാതുലേയം മാം കൃഷ്ണം ജാനീഹി തേ റിപും ഏവമാവേദിതോ രാജാ ജഹാസോച്ഛൈഃ സ്മമാഗതഃ ആഹജാമർഷിതോ മന്ദാഃ യുദ്ധം തർഹി ദദാമി വഃ ന ത്വയാ ഭീരുണായോത്സ്യേ യുധി വിക്ലവചേതസാ മധുരാം സ്വപുരീം ത്യക്ത്വാ സമുദ്രം ശരണം ഗതഃ അയം തു വയസാ തുല്യോ നാതിസത്വോ ന മേ സമഃ അർജുനോ ന ഭവേദ്യോദ്ധാ ഭീമസ്തുല്യബലോ മമ. ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതീം ഗദാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാത് ബഹിഃ. തതഃ സമേഖലേ വീരൗ സംയുക്തൗ ഇതരേതരൗ ജഗ്നദുർവജ്രകൽപാഭ്യാം ഗദാഭ്യാം രണദുർമദൗ മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരതോ ശുശുഭേ യുഗ്ധം നടയോരിപരംഗിണോഃ. തതശ്ചടജടാ ശബ്ദോ വജ്രനിഷ്പേഷസന്നിഭഃ ഗതയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവ ദന്തിനോഃ. തേ വൈ ഗദേ ഭുജജവേന നിപാത്യമാനെ അന്യോന്യതോ അംസകടിപാദകരോരുജത്രൂൻ ചൂർണീ ബഭൂവദുരുപേത്യ യഥാർക്കശാഗേ സംയുധ്യതോർദിരതയോരിവ ദീപ്തമന്യോ മന്വോഃ. ഇത്തം തയോ പ്രഹതയോർഗതയോർനിർവീരൗ ക്രുദ്ധൗ സ്വമുഷ്ടിഭിരയസ്പർശൈരഭിഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോ അരിഭയോരിവാസീ
പ്രഹരതോരിഭയോരിവാസീത നിർഗാതവജ്രപരുഷസ്ഥലതാടനോക്തഃ തയോരേവം പ്രഹരതോഃ സമശിക്ഷാബലോ ബലൗജസോഃ നിർവിശേഷമഭൂദ്യുദ്ധം അക്ഷീണജവയോർനൃപ ഏവം തയോർമഹാരാജ യുദ്ധ്യതോ സപ്തവിംശതിഃ ദിനാനി നിരഗൻ തത്ര സുഹൃദ്വന്നിശിതിഷ്ഠതോഃ ഏകദാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദരഃ ന ശക്തോഹം ജരാസന്ധം നിർജേതും യുതി മാധവ ശത്രോർ ജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥമാപ്യായയൻ സ്വേന തേജസാ ചിന്തയദ്ഹരിഃ സഞ്ചിന്യാരിവതോപായം ഭീമസ്യാമോഘദർശനഃ ദർശയാമാസ വിടവം പാടയന്നിവ സംജ്ഞയാ തദ്വിജ്ഞായ മഹാസത്വോ ഭീമഃ പ്രഹരദാംബരഃ ഗൃഹീത്വാ പാദയോ ശത്രും പാദയാമാസ ഭൂതലേ ഏകം പാദം പദാക്രമ്യ ദോർഭ്യാം അന്യം പ്രഗൃഹ്യ സഹ ഗുദതഃ പാടയാമാസ ശാഖാമിവ മഹാഗജഃ. ഏകപാദോരു വൃഷണ കടിപൃഷ്ടസ്തനാം സഖേ ഏകബാഹ്വക്ഷിഭ്രൂകർണേ സകലേ ദദൃശുഃ പ്രജാഃ ആഹാകാരോ മഹാനാസീത് നിഹതേ മഗധേശ്വരേ പൂജയാമാസ ദുർഭീമം പരിരഭ്യ ജയാച്യുതൗ സഹദേവം തത്തനയം ഭഗവാൻ ഭൂതഭാവനഃ അഭ്യഷിഞ്ചത് അമേയാത്മാ മഗധാനാം പതിം പ്രഭുഃ മോചയാമാസ രാജന്യാൻ സമൃദ്ധാമാഗതേനയേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ജരാസന്ധവധോ നാമ ദ്വിസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് താമസിച്ചതും യുധിഷ്ഠിരൻ സഭയിൽ വെച്ച് ഭഗവാനോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതും അതിന് ഭഗവാന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വളരെ വിസ്തരിച്ച് തന്നെ പ്രതിപാദിച്ചു. അങ്ങനെ അത് കേട്ടതായിട്ടുള്ള ഭഗവാൻ യുധിഷ്ഠിരനെ പ്രശംസിച്ചുകൊണ്ട് നല്ല കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും അങ്ങത് ചെയ്യണം എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. അതിന് എന്താ ചെയ്യേണ്ടത്? ദിഗ്വിജയം ചെയ്യണം ആദ്യം. അങ്ങയുടെ സഹോദരന്മാർ ലോകപാലന്മാരുടെ അംശസംഭവന്മാരാണ്. അതുകൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല ദിഗ്വിജയത്തിന്. ആ ദിഗ്വിജയം കഴിഞ്ഞ് യാഗത്തിന് വേണ്ട സംഭാരങ്ങളെല്ലാം സംഭരിച്ച് യാഗത്തെ നടത്താം എന്ന് പറഞ്ഞു. അത് കേട്ട് യുധിഷ്ഠിരൻ തൻ്റെ 4 സഹോദരന്മാരെ 4 ദിക്കിലേക്ക് ദിഗ്വിജയത്തിന് അയക്കുന്നു. അത് സഹദേവനെ ദക്ഷിണ ദിക്കിലേക്ക് സൃഞ്ജയന്മാരെന്ന രാജവംശത്തോടുകൂടെ സൈന്യത്തോടുകൂടെ അയക്കുന്നു. പ്രതീചി അഥവാ പടിഞ്ഞാറേ ദിക്കിലേക്ക് നകുലനെയും
മത്സ്യ സൈന്യത്തോടുകൂടി അയക്കുന്നു. മത്സ്യസൈന്യം എന്ന് പറഞ്ഞാൽ വിരാടന്മാരുടെ സൈന്യത്തോടുകൂടി. അതുപോലെ വടക്ക് ദിക്കിലേക്ക് സവ്യസാചി അഥവാ അർജുനനെ അയക്കുന്നു കേകയന്മാരോടുകൂടെ. കിഴക്ക് ദിക്കിലേക്ക് വൃഗോദരനെ മദ്രകന്മാരോടുകൂടി അയക്കുന്നു. അപ്പം ഇങ്ങനെ 4 ദിക്കിലേക്കും പോയതായിട്ടുള്ള പാണ്ഡവന്മാർ അവിടെയുള്ള രാജാക്കന്മാരെയൊക്കെ ജയിച്ച് ശത്രുക്കളില്ലാത്ത യുധിഷ്ഠിരനായിക്കൊണ്ട് ധാരാളം ധനത്തെയെല്ലാം സമാഹരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. പിന്നീട് സഭയിൽ ചർച്ചയുണ്ടായപ്പോൾ ദിഗ്വിജയത്തിൽ മഗധദേശത്തുള്ള ജരാസന്ധനെ ജയിച്ചിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് അതിന് ഉപായം ഭഗവാൻ ഉദ്ധവൻ ഏതുപായം പറഞ്ഞുവോ അതേ ഉപായത്തെ പറഞ്ഞുകൊടുത്തു. ഭീമസേനനും അർജുനനും ഭഗവാനും ബ്രാഹ്മണ വേഷത്തിൽ അവിടേക്ക് ചെല്ലുകയാണ്. ഗിരിവ്രജം എന്ന മഗധദേശത്തിന്റെ തലസ്ഥാനത്തേക്ക് ചെല്ലുന്നു. ബൃഹദ്രഥസുതനായ ജരാസന്ധൻ ഗൃഹസ്ഥനാണ്, നല്ല ദാനശീലനാണ്, ബ്രഹ്മണ്യനാണ്. അപ്പം അദ്ദേഹം ആ അതിഥികളെ സൽക്കരിക്കുന്ന ദാനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വേളയിലാണ് ഇവർ രാവിലെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ക്ഷത്രിയന്മാരാണെങ്കിലും ബ്രാഹ്മണ വേഷധാരികളായിരിക്കുന്ന ഈ 3 പേരും ചെന്ന് ജരാസന്ധനോട് യാചിക്കുന്നു. ഞങ്ങൾ അങ്ങേ പ്രാപിച്ചിരിക്കുന്ന അതിഥികളാണെന്ന് അറിഞ്ഞാലും ദൂരത്തിൽ നിന്ന് വരുന്നവരാണ്, ഞങ്ങൾ ഏതോ ഒന്ന് അർത്ഥിച്ചുകൊണ്ട് വരികയാണ്. ഞങ്ങൾ ആഗ്രഹിച്ച കാര്യത്തെ അങ്ങ് സാധിച്ചു തരണം, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ജരാസന്ധനെ പ്രശംസിക്കുന്നു. അങ്ങയെപ്പോലെ എന്തും സഹിക്കുന്ന തിദിക്ഷുക്കൾക്ക് എന്താണ് സഹിക്കാൻ പ്രയാസമായിട്ടുള്ളത്? ദുഷ്ടന്മാർക്ക് എന്തു തന്നെ ചെയ്തുകൂടാ? അങ്ങ് ദുഷ്ടനല്ലല്ലോ. ദാനശീലന്മാർക്ക് എന്തു തന്നെ ദാനം ചെയ്തുകൂടാ? സമദർശികളായിട്ടുള്ള ആളുകൾക്ക് ആരാണ് ശത്രുവായിട്ടുള്ളത്? എന്നെല്ലാം പറഞ്ഞ് ഇദ്ദേഹത്തെ പ്രശംസിച്ചു. ഇനി ഈ ശരീരം അധ്രുവമാണ്, അധ്രുവമായ ഈ ശരീരം കൊണ്ട് സാധിക്കേണ്ടത് ധ്രുവമായ യശസ്സിനെ പ്രാപിക്കലാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ വാച്യനും ശോച്യനുമാകുന്നു. ഹരിശ്ചന്ദ്രനും രന്തിദേവനും ഉഞ്ചവൃത്തിയായ മുദ്ഗലനും ശിബിയും മഹാബലിയും വ്യാധനും കപോതവും എല്ലാം ഈ അധ്രുവമായ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ധ്രുവമായ യശസ്സിനെ പ്രാപിച്ചവരാകുന്നു. ഇങ്ങനെയെല്ലാം ജരാസന്ധനെ ചെന്ന് പുകഴ്ത്തുകയും അദ്ദേഹത്തെ ദാനം ചെയ്യാനായിക്കൊണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇവർ ബ്രാഹ്മണ വേഷധാരികൾ മാത്രമാണ്, യഥാർത്ഥത്തിൽ ലക്ഷണം വെച്ച് ഇവർ ക്ഷത്രിയരാണെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. കയ്യിലുള്ള തഴമ്പുകളും ശരീരത്തിലുള്ള മാംസപേശികളും അരോഗ ദൃഢഗാത്രന്മാരായിരിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന അവരെ ക്ഷത്രിയന്മാരെന്നറിഞ്ഞ് അദ്ദേഹം ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ ക്ഷത്രിയർ തന്നെയാണ്. ബ്രഹ്മലിംഗാനി ബിഭ്രതി, ബ്രാഹ്മണ വേഷം ധരിച്ചിരിക്കുന്നു. എങ്കിലും അവരെന്ത് ചോദിക്കുന്നുവോ അതിനെ ഞാൻ കൊടുക്കും. എന്നെ തന്നെ വേണമെങ്കിൽ കൊടുക്കും. എൻ്റെ ശരീരമോ എൻ്റെ പ്രാണനെയോ ഞാൻ കൊടുക്കും, ത്യജിക്കാൻ പ്രയാസമേറിയതാണെങ്കിലും. ആ മഹാബലിയുടെ കീർത്തി എല്ലാ ദിക്കുകളിലും നിഷ്കളങ്കമായിട്ടുള്ള ആ നിർമ്മലമായ കീർത്തി ഇപ്പോഴും പരന്നിരിക്കുന്നത് കാണുന്നില്ലേ? ആ ബ്രാഹ്മണ വേഷത്തിൽ വ്യാജവേഷത്തിൽ വന്നതായിട്ടുള്ള വിഷ്ണുവിനാൽ എല്ലാ ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ടിട്ടും ഇന്ദ്രനായിക്കൊണ്ട് ഐശ്വര്യത്തെ വീണ്ടെടുത്ത് തിരിച്ചു കൊടുക്കാനായിട്ട് വന്നവനാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ഗുരുവിനാൽ നിവാരണം ചെയ്യപ്പെട്ടിട്ടും ആ അസുരരാജാവ് ഭൂമിയെ കൊടുത്തില്ലേ? അങ്ങനെ യശസ്വിയായി തീർന്നില്ലേ? അപ്പോൾ ബ്രാഹ്മണൻ തൻ്റെ മുമ്പിൽ ബ്രാഹ്മണ വേഷത്തിൽ ഇവർ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ ഈ ദേഹം കൊണ്ട്, ഈ പതിച്ചു പോകുന്നതായിട്ടുള്ള ദേഹം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അപ്പോൾ യശസ് വേണ്ടവർ തങ്ങളുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുകയാണ് വേണ്ടത്. അത് അവനവൻ്റെ ശരീരത്തെയോ പ്രാണനെയോ വേണ്ടി വന്നാലും കൊടുക്കണം. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ അർജുന മൃഗോദരന്മാരോടെല്ലാം കൃഷ്ണനോടുമായിട്ട്
ജരാസന്ധൻ പറഞ്ഞു, ഹേ വിപ്രാ വ്രിയതാം കാമോ ദദാമി ആത്മശിരോഭിവഹ. അല്ലയോ ബ്രാഹ്മണരെ, നിങ്ങൾ എന്താണ് വേണ്ടെച്ചാ വരിച്ചോളൂ, എന്റെ തല വേണമെങ്കിലും ഞാൻ നൽകാം എന്നിങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യുന്നു. അതിന് ഭഗവാനാണ് മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത്, ദ്വന്ദ്വയുദ്ധം. അങ്ങയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. ഞങ്ങൾ യുദ്ധാർത്ഥികളായിട്ടാണ് പ്രാപിച്ചിരിക്കുന്നത്, രാജാക്കന്മാർ തന്നെയാണ്, ബ്രാഹ്മണരല്ല, അന്നകാംക്ഷികളല്ല, ഞങ്ങൾ ശാപ്പാട്ടുരാമന്മാരല്ല, ശാപ്പാടടിക്കാൻ വന്നതല്ല. ഈ നിൽക്കുന്നതാരാ? ആ വൃഗോദരൻ എന്ന ഭീമനാണ്, കൃതാസുധനാണ്. ഇത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനായ അർജുനനാണ്. ഇവർ രണ്ടുപേരുടെയും മാതുലേയനായ കൃഷ്ണനാണ് ഞാനെന്ന് അങ്ങ് അറിഞ്ഞാലും അങ്ങയുടെ ശത്രു തന്നെയാണ് ഞാൻ. ഇങ്ങനെ ഭഗവാൻ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തതായിട്ടുള്ള സമയത്ത് ആ മഗധ രാജാവായ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു എന്ന ജഹാസോച്ഛൈ സ്മമാഗത. എന്നിട്ടൊരു അമർഷത്തോടെ ഇവരോട് പറഞ്ഞു, മന്ദാഹ, അല്ലയോ മന്ദബുദ്ധികളെ, എന്നെ പോലെ ശക്തനായിട്ടുള്ള ഒരാളോട് വന്നിട്ടാണോ നിങ്ങൾ ദ്വന്ദ്വയുദ്ധം ചോദിക്കുന്നത് എന്ന് താല്പര്യം? നിങ്ങളുടെ മരണം അടുത്തിരിക്കുന്നു, അതാണ് നിങ്ങൾ മന്ദബുദ്ധികളാണ് എന്ന് പറയുക. യുദ്ധം തർഹി ദദാമിവ. ആഹാ, നിങ്ങൾക്ക് യുദ്ധമാണോ വേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ നൽകാം എന്ന് വാക്കുകൊടുക്കുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണനോട് പറയുന്നു, ഭീരുവായ യുദ്ധത്തിൽ ഭയപ്പെട്ട് ഓടുന്നവനായ ചകിതനായ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. നീ എന്നെ പേടിച്ച് മധുരയെ ഉപേക്ഷിച്ച് സമുദ്രമധ്യത്തിൽ പോയി അഭയം പ്രാപിച്ചവനല്ലേ? ഇനി ഇവനോ, ഈ നിൽക്കുന്ന അർജുനൻ, എനിക്ക് വയസ്സിന് തുല്യനല്ല, അതിബലവാനല്ല, എനിക്ക് തുല്യനല്ല. അതുകൊണ്ട് അർജുനൻ എനിക്ക് തുല്യനായ സമനായ യോദ്ധാവാകുകയില്ല. ഭീമനാണ് എനിക്ക് തുല്യനായിട്ടുള്ള ഒരു യോദ്ധാവ്. അതുകൊണ്ട് ഞാൻ ഭീമസേനോട് യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഗതയെ ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതീം ഗതാം, മഹത്തായൊരു ഗതയെ ഭീമസേനന് കൊടുത്തു. ദ്വിതീയാം സ്വയമാദായ, രണ്ടാമതൊരു ഗതയെ താനും എടുത്തിട്ട് നിർജ്ജകാമപുരാത് ബഹിഹി, തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അല്ലെങ്കിൽ പുരത്തിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന് യുദ്ധത്തിനായിക്കൊണ്ട്, ദ്വന്ദ്വയുദ്ധത്തിനായിക്കൊണ്ട് പുറത്തേക്ക് ഗമിച്ചു എല്ലാവരും കൂടി പുറത്തേക്ക് നിർഗമിച്ചു. ഇനി യുദ്ധം ആരംഭിക്കുകയാണ്. ഭീമസേനും ജരാസന്ധനും തമ്മിലുള്ളതായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം, ഗദായുദ്ധം ആരംഭിക്കുന്നു. 27 ദിവസമാണ് ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നത്. അവസാനം ഭീമസേനൻ തളരുന്നു. ഭീമസേനൻ ഭഗവാനോട് പരിഭവം പറയുന്നു, തനിക്ക് ശക്തിയില്ല ഈ ജരാസന്ധനെ ജയിക്കാൻ എന്ന്. അതിന് ഭഗവാൻ അനുഗ്രഹിച്ച്, ഉപായം ഞാൻ നാളെ പറഞ്ഞു തരാം, നാളെ യുദ്ധം ചെയ്തോളൂ, നാളെ ജരാസന്ധ വധം ഉറപ്പ് എന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്ത് പിറ്റേ ദിവസത്തെ യുദ്ധത്തിൽ ഭീമസേനൻ ജരാസന്ധനെ വധിക്കുന്നതായിട്ടുള്ള ആ ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ 34-ാം ശ്ലോകം മുതൽക്ക്, ഇന്നലെ 33 വരെയാണ് പറഞ്ഞു നിർത്തിയത്. ततः समेखले वीरौ संयुक्तौ इतरेतरौ जग्नदुर्वज्रकल्पाभ्यां गदाभ्यां रणदुर्मदौ. ततः समेखले वीरौ संयुक्तौ इतरेतरौ जग्नदुर्वज्रकल्पाभ्यां गदाभ्यां रणदुर्मदौ. രണ്ടുപേരും ഗദയുമായിട്ട് പുറത്തേക്ക് വന്നു, പുരത്തിൽ നിന്ന് പുറത്തു കടന്നു എന്ന് പറഞ്ഞുവല്ലോ. പിന്നീട് തഥ അനന്തരം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്.
അനന്തരം എന്താ ഉണ്ടായത്? സമേഖലെ. ഇവിടെ ഖലം എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലെങ്കിൽ യുദ്ധക്കളം എന്നൊക്കെ അർത്ഥമാണ്. പ്രത്യേകമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധത്തിന് ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള വേദി, ഓരോന്നിനും ഓരോ രീതിയിലുള്ള കളിക്കളങ്ങൾ ഒരുക്കൂലോ. അപ്പോൾ അതിന് ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഖലം. അത് സമം എന്ന് പറഞ്ഞാലോ സമതലമായിട്ടുള്ളത്, നിരപ്പുള്ളതായിട്ടുള്ളത്, ഫ്ലാറ്റ് ആയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ നല്ല നിരപ്പുള്ളതായിട്ടുള്ള യുദ്ധത്തിന് ഒരുക്കിയതായിട്ടുള്ള ഭൂമിയിൽ അഥവാ കളിക്കളത്തിൽ ഇതരേതരവും സംയുക്തവും, ഇതരേതരവും പരസ്പരം എന്നർത്ഥം, അന്യോന്യം, രണ്ടു കൂട്ടരും അന്യോന്യം സംയുക്തവും കൂടിച്ചേരുന്നവരായിട്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അങ്ങോട്ടും പിടിയും വലിയൊക്കെ ഉണ്ടാവുമ്പോൾ കൂടിച്ചേരും. സംയുക്തവും രണദുർമതവും, രണത്തിൽ അഥവാ യുദ്ധത്തിൽ വലിയ മതത്തോടുകൂടി, ദുർമതത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി, കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി എന്നൊക്കെ. രണ്ടു കൂട്ടരും മോശക്കാരല്ല. ഞാൻ ജയിക്കും എന്നുള്ളതായിട്ടുള്ള ആ ഭാവം രണ്ടുപേരിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ രണദുർമതന്മാരായിട്ട്. ഇനി രണം ആരംഭിച്ചു കഴിയുമ്പോൾ മതം കൂടിക്കൂടി വരും, വാശി കൂടിക്കൂടി വരും, രജോഗുണം വർദ്ധിച്ചു വരും. അങ്ങനെ രണദുർമതന്മാരായിട്ട് അഹങ്കാരത്തോടു കൂടിയവരായിട്ട് വീരവും ആ രണ്ട് വീരന്മാരും വജ്രകൽപാഭ്യാം ഗദാഭ്യാം ജഗ്നദുഹു. വജ്രത്തിന് കൽപ്പം അഥവാ സമാനമായിരിക്കുന്ന, ഇന്ദ്രന്റെ വജ്രായുധം പോലെ ശക്തങ്ങളായിരിക്കുന്ന, അല്ലെങ്കിൽ ഇടിവെട്ട് പോലെയുള്ളത് എന്നും പറയാം അല്ലേ. ഇന്ദ്രന്റെ വജ്രായുധം തന്നെയാണ് അശനി അഥവാ ഇടിവെട്ട്. അപ്പൊ അതുപോലെ ശക്തങ്ങളായിരിക്കുന്ന ഓരോ ഗതയും വന്ന് വീഴുമ്പോൾ ശരീരത്തിൽ പതിച്ചാൽ ഇടിവെട്ട് ഏൽക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വജ്രകൽപാഭ്യാം ഗതാഭ്യാം, രണ്ട് ഗതകളെ കൊണ്ട് രണ്ടുപേരും പരസ്പരം ജഗ്ഗണദുഹു ഹനിച്ചു എന്നർത്ഥം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിച്ചു. അങ്ങനെ ദ്വന്ദ്വയുദ്ധം, ഗതായുദ്ധം ആരംഭിച്ചു. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരദോഹോ ശുശുഭേ യുദ്ധം നടയോരിവരംഗിണോഹോ. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരദോഹോ ശുശുഭേ യുദ്ധം നടയോരിവരംഗിണോഹോ. വിചിത്രാണി മണ്ഡലാനി ചരദോഹോ, വിചിത്രങ്ങളായ മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുന്നവരായിട്ട് രണ്ടുപേരും. അതെങ്ങനെ? സവ്യം ദക്ഷിണം ഏവച്ച. ചിലപ്പോ ഇടത്തോട്ടേക്ക് വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ട് അവർ തമ്മിൽ ഗതായുദ്ധം ചെയ്തു. ചിലപ്പോ ദക്ഷിണത്തേക്ക് തിരിച്ചുകൊണ്ട്, അതാണ് സവ്യം ദക്ഷിണമേവച്ച. അത് ഓരോരുത്തർക്കും ഏത് ഭാഗത്തേക്കാണ് വയം, അവരുടെ അടി ഏൽക്കുമ്പോൾ മറ്റേയാള് അതിന്റെ എതിർവശത്തേക്ക് നീങ്ങി പോകും. അപ്പോൾ ഒരാൾക്ക് ജയം ഉണ്ടാവുമ്പോൾ വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ മറ്റേയാള് തിരിച്ച് പ്രഹരിക്കുമ്പോൾ അത് ഇടതുവശത്തേക്ക് തിരിയും. ഇങ്ങനെ ഓരോരുത്തരുടെയും ശക്തി പ്രകടനമനുസരിച്ച്, അവരുടെ ഊക്കിനനുസരിച്ച് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലാകൃതിയിൽ അഥവാ വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടാണ് അടി എന്ന് പറയുക, ഗത കൊണ്ടുള്ളതായിട്ടുള്ള പ്രഹരം. അതാണ് സവ്യം ദക്ഷിണമേവച്ച വിചിത്രാണി മണ്ഡലാനി ചരദോഹോ യുദ്ധം. അവർ തമ്മിലുള്ള ആ യുദ്ധം രംഗിണോഹോ നടയോഹോ ഇവ ശുശുഭേ. അത് രംഗത്തിൽ പ്രവേശിച്ച രണ്ട് നടന്മാർ കളിക്കുന്നത് പോലെ, നാടകരംഗത്തും മറ്റുമൊക്കെ നടന്മാർ കളിക്കുന്നത് പോലെ രണ്ടുപേരും തമ്മിലുള്ളതായിട്ടുള്ള ആ കളി ശോഭിച്ചു എന്ന് താല്പര്യം. ഇവിടെ കളിയല്ല, കാര്യം തന്നെയാണ്. എങ്കിലും അതൊരു നാടകം പോലെ രണ്ട് നടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്രിമമായി കളി ചെയ്യുന്നത് പോലെ തോന്നി എന്ന് പറയുന്നവിടെ ശോഭിച്ചു, വിശേഷമായി ശോഭിച്ചു ഇവർ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം. തതശ്ചടചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭഃ ഗതയോഃ ക്ഷിപ്തയോ രാജൻ
ദന്തയോരിവ ദന്തിനോഹോ തതശ്ചടജടാ ശബ്ദോ വജ്രനിഷ്പേഷസന്നിഭഃ ഗതയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവ ദന്തിനോഹോ. അല്ലയോ പരീക്ഷിത് രാജാവേ, അങ്ങയ്ക്ക് അറിയാലോ ഈ യുദ്ധതന്ത്രങ്ങളൊക്കെ. ഒരു യുദ്ധരംഗം എങ്ങനെ ഇരിക്കും, വാശിയേറിയതായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം നടക്കുമ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുക എന്നുള്ളത് അങ്ങയ്ക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങ് പരിചയമുള്ള ആളാണ്, രാജാവാണ്. അല്ലയോ രാജൻ, ഇവർ തമ്മിലുള്ള യുദ്ധം ഏതുപോലെ തോന്നി? ദന്തിനോഹോ ദന്തയോഹോ ഇവ. ദന്തികൾ എന്നാൽ വലിയ കൊമ്പുള്ള ആനകൾ, കൊമ്പനാനകൾ. അവരുടെ ദന്തയോഹോ ഇവ, രണ്ടുപേരും രണ്ട് കൊമ്പുകോർത്ത്, അല്ലെ, ആനകൾ കൊമ്പുകോർത്ത് ശബ്ദമുണ്ടാക്കും. ആ കൊമ്പുകൾ കൂട്ടിമുട്ടുന്ന ചടചടാ ചടചടാ എന്നുള്ളതായിട്ടുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തതഃ ചടചടാ ശബ്ദോ വജ്രനിഷ്പേഷസന്നിഭഃ. അവരുടെ വജ്രനിഷ്പേഷം എന്ന് പറഞ്ഞാല് വജ്രായുധങ്ങൾ തമ്മിൽ പ്രഹരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു തുല്യമായിട്ടുള്ള ശബ്ദം, ഇടിവെട്ട് പോലെ എന്നർത്ഥം തന്നെയാണ്. അപ്പൊ ഇടിവെട്ടും പോലെയുള്ളതായിട്ടുള്ള ശബ്ദങ്ങളാണ് ഇവർ തമ്മിൽ ഗത പ്രഹരിക്കുമ്പോൾ രണ്ട് കൊമ്പനാനകൾ തമ്മിൽ കൊമ്പുകൾ കൂട്ടി ഇടിച്ച് തമ്മിൽ ജയിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ക്ഷിപ്തയോഹോ ഗതയോഹോ, ക്ഷിപ്തമാകുന്ന ഗതകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേപിക്കുന്ന, അടിക്കുന്ന, പ്രഹരിക്കുന്നതായിട്ടുള്ള ആ ഗതകൾ തമ്മില് വജ്രനിഷ്പേഷ സന്നിഭഃ ചടചടാ ശബ്ദ, നല്ല ഇടിവെട്ട് ശബ്ദം പോലെ, അല്ലെങ്കിൽ വജ്രായുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെയുള്ളതായിട്ടുള്ള ചടചടാ ശബ്ദം അവിടെ ഉണ്ടായി എന്ന് പറയാം. അപ്പൊ കേൾക്കുന്നവർക്കൊക്കെ ഭയമുണ്ടാക്കുന്ന രീതിയിൽ, എന്നാൽ യുദ്ധം കാണാൻ താല്പര്യമുള്ള വീരന്മാർക്ക് വളരെ സന്തോഷം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള മല്ലയുദ്ധം. രണ്ട് ആനകൾ തമ്മിൽ, ആനകൾ പോലുമല്ല, 10,000 ആനയുടെ ശക്തിയുള്ളവരാണ് രണ്ടുപേരും. അപ്പൊ അങ്ങനെയുള്ള ശക്തന്മാർ തമ്മിലുള്ള യുദ്ധം വളരെ ഗംഭീരമായി ചടചടാ ശബ്ദത്തോടെ നടക്കുന്നു. തേ വൈകതേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതോംസകടിപാദകരോരുജത്രൂൻ ചൂർണീബഭൂവദുരുപേത്യ യഥാർക്കശാഖേ സംയുധ്യതോർദ്വിരതയോരിവ ദീപ്തമന്വോഃ. തേ വൈകതേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതോ അംസകടിപാദകരോരുജത്രൂൻ ചൂർണീബഭൂവദുരുപേത്യ യഥാർക്കശാഖേ സംയുധ്യതോർദ്വിരതയോരിവ ദീപ്തമന്വോഃ. അപ്പോ ഇവർ തമ്മില് ഭുജജവേന നിപാത്യമാനേ തേ ഗതേ, തേ ഗതേ, ആ രണ്ട് ഗതകൾ. സാ ഗത ഏകവചനം, തേ ഗതേ ദ്വിവചനം, അല്ലേ, താഹാ ഗതാഹ ബഹുവചനം. അപ്പൊ ഇവിടെ തേ ഗതേ, ആ രണ്ട് ഗതകൾ എങ്ങനെ? ഭുജജവേന നിപാത്യമാനേ, അവരുടെ രണ്ടുപേരുടെയും ഭുജത്തിന്റെ ജവം, കൈവേഗം കൊണ്ട് നിപതിക്കപ്പെടുന്നതായിട്ടുള്ള ആ രണ്ട് ഗതകള് ദീപ്തമന്യോഹോ, അന്യോന്യം അംസ കടി പാദ കര ഊരു ജത്രൂൻ ഉപേത്യ സംയുധ്യതോഹോ ധിരതയോഹോ അർക്കശാഖേ ഇവ ചൂർണീബഭൂവധുഃ. ഇവർ രണ്ടുപേരും ദീപ്തമന്വോഹോ എന്ന് പറഞ്ഞു. രണ്ടുപേരും ജ്വലിക്കുന്ന കോപത്തോടുകൂടിയവരായിട്ട് എന്നർത്ഥം. അല്ലേ, മഞ്ഞു എന്നാണ് കോപം. ഭഗവാൻ മഹാദേവനെ രുദ്രസൂക്തം ആരംഭിക്കുമ്പോൾ മന്യവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നമസ്തേ രുദ്രമന്യവേ. മന്യവേ എന്ന് പറയും മനുവിനായിക്കൊണ്ട്, മന്യുവിനായിക്കൊണ്ട്, കോപസ്വരൂപനായിക്കൊണ്ട് എന്നർത്ഥം. ദീപ്തമന്യോഹ ദ്വിവചനമായപ്പോ മന്യുവിന്റെ യകാരവും വന്നു, ദ്വിവചനത്തിന്റെ വകാരവും വന്നു. അങ്ങനെ ഒരു പ്രയോഗമാണ്. മന്യോഹോ ഒന്നുമല്ല, മന്നുവോഹോ ഒന്നുമല്ല,
രണ്ടും കൂടി ചേർന്ന് മഞ്ഞോഹോ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കണം. ദീപ്തമന്യോഹോ ജ്വലിച്ച കോപത്തോടുകൂടിയവരായിട്ടുള്ള ആ രണ്ടുപേരും അന്യോന്യത പരസ്പരം തമ്മിൽ അംസ കടി പാദ കര ഊരു ജത്രൂൻ ഉപേത്യ പരസ്പരം എവിടെയൊക്കെയാണ് ഗത കൊണ്ട് പ്രഹരിക്കുന്നത് എന്ന് പറയണം. അംസം എന്ന് പറഞ്ഞാൽ തോളാണ്. അപ്പൊ തോളിലേക്ക് അടിക്കുന്നുണ്ട് ഗത കൊണ്ട്. കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്, ഇടുപ്പ്. അപ്പൊ കടിയിലേക്ക് അടിക്കുന്നുണ്ട്. പാദം എന്ന് പറഞ്ഞാൽ കാലിലേക്ക് അടിക്കുന്നുണ്ട്. കരം കൈകളിൽ അടിക്കുന്നുണ്ട്. ഊരു തുടകളുണ്ട്. ജത്രു എന്ന് പറയുമ്പോൾ തോളെല്ലാണ്. ഈ തോളിന്റെ ബാക്കിലുള്ളതായിട്ടുള്ള രണ്ട് പലക പോലെയുള്ളതായിട്ടുള്ള എല്ലുകളെയാണ് ജത്രുക്കൾ എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തോളിലും ഇടുപ്പുകളിലും കാലുകളിലും കൈകളിലും തുടകളിലും തോളെല്ലിലും എല്ലാം ഉപേത്യ ഇവരുടെ ഗത പ്രാപിച്ചിട്ട് എന്നർത്ഥം. ഭീമസേനനും ജരാസന്ധനും പരസ്പരം ഇവരുടെ ശരീരത്തിലേക്ക് പ്രഹരിക്കുകയാണ്. ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്ക് പ്രഹരിക്കുകയാണ്. അങ്ങനെ പ്രഹരിച്ചിട്ട് സംയുദ്ധ്യതോഹോ ദ്വിരതയോഹോ ഇവ യുദ്ധം ചെയ്യുന്ന രണ്ട് ആനകളെ പോലെ യുദ്ധം ചെയ്യാണ്. അപ്പോ ദ്വിരതയോഹോ ഇവ അർക്കശാകേ ഇവ. അർക്കശാകം എന്ന് പറഞ്ഞാല് എരുക്ക് എന്ന് പറഞ്ഞതായിട്ടുള്ള വൃക്ഷത്തിന്റെ പേരാണ് അർക്കശാക എന്നുള്ളത്. അതിന്റെ രണ്ട് എരിക്കിൻ കൊമ്പുകൾ കൊണ്ട് പ്രഹരിച്ചാൽ, ആനയുടെ മേലെ പ്രഹരിച്ചാല് ആ എരിക്കിൻ കമ്പുകള് ചൂർണമായി ഭവിക്കും, പൊടിഞ്ഞു പോകുന്നർത്ഥം. ആനയ്ക്ക് കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. ആ കമ്പുകളാണ് പൊടിഞ്ഞു പോവുക. എരിക്കിന്റെ കൊമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ബലമുള്ള കൊമ്പുകളല്ല. നമ്മുടെ മുരിങ്ങ കൊമ്പ് പോലെയൊക്കെ തന്നെ എരിക്കിന്റെ കമ്പുകളും. അപ്പൊ ആ എരിക്കിന്റെ കമ്പുകൾ കൊണ്ട് ആനയെ പ്രഹരിച്ചാൽ എങ്ങനെയാണോ ആ കൊമ്പുകൾ, എരിക്കിന്റെ കൊമ്പുകൾ ചൂർണമായി ഭവിക്കുന്നത്, അതുപോലെ ഈ രണ്ടുപേരുടെയും ഗതകൾ പൊടിയായിട്ട് ഭവിച്ചു എന്നാണ്. അപ്പൊ ഗതയാണ് പൊടിയുന്നത്. അവർക്ക് യാതൊരു കൂസലും ഇല്ല. രണ്ടുപേരും നല്ല ശക്തന്മാരാണ്. നല്ല ഉരുക്ക് പോലെയുള്ള ശരീരമാണ്. ഗതയേക്കാൾ ബലമുള്ള ശരീരമാണ്. അതുകൊണ്ട് ഗത പൊടിയുന്നു എന്ന് പറയുന്നതാണ്. ആനകളുടെ മേലെ പ്രഹരിച്ച എരിക്കിൻ കൊമ്പുകൾ പോലെ ഇവർ പരസ്പരം തുടയിലും തോളത്തും മാറത്തും അല്ലെങ്കിൽ കൈകളിലും കാലിലുമൊക്കെ പ്രഹരിക്കുന്നതായിട്ടുള്ള ഗത പൊടിഞ്ഞു വീണു. ചൂർണീ ബഭൂവതു ചൂർണങ്ങളായി ഭവിച്ചു രണ്ട് ഗതകളും. ഇത്തം തയോഃ പ്രഹതയോർഗതയോർനൃവീരൗ ക്രുദ്ധൗ സ്വമുഷ്ടിഭിർ അയസ്പർശൈരഭിഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോർ ഇവയോർ ഇവാസീദ നിർഘാത വജ്രപരുഷസ്ഥലതാടനോക്തഃ. ഇത്തം തയോഃ പ്രഹതയോർഗതയോർനൃവീരൗ ക്രുദ്ധൗ സ്വമുഷ്ടിഭിർ അയസ്പർശൈരഭിഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോരിഭയോരിവാസീദ നിർഘാത വജ്രപരുഷസ്ഥലതാടനോക്തഃ. ഇത്തം തയോഹോ പ്രഹതയോഹോ ഇപ്രകാരം അവർ രണ്ടുപേരും പ്രഹരിച്ചുകൊണ്ടിരിക്കെ, ഇവിടെ സതിസപ്തമി പോലെ, സതിസപ്തമി പ്രയോഗം തന്നെയാണ് ദ്വിവചനം. തയോഹോ ഗതയോഹോ പ്രഹതയോഹോ ആ ഗതകളെല്ലാം പ്രഹരിക്കപ്പെട്ടപ്പോൾ, ഭഗ്നങ്ങളായപ്പോൾ, ചൂർണീഭവിച്ചപ്പോൾ എന്നർത്ഥം. അവർ തമ്മിലുള്ള ഗതായുദ്ധത്തിൽ രണ്ടു കൂട്ടരുടെയും ഗതകൾ പൊടിഞ്ഞു. അങ്ങനെ ഗതകൾ പൊടിഞ്ഞതായിട്ടുള്ള സമയത്ത് പ്രഹതയോർ ഗതയോർ ആ ക്രുദ്ധൗ നൃവീരൗ ക്രോധിച്ചവരായ നരവീരന്മാർ രണ്ടുപേരും, ഭീമസേനനും ജരാസന്ധനും രണ്ടുപേരും അയസ്പർശൈഹി സ്വമുഷ്ടിഭിഹി അഭിഷ്ടാം. അയസ്പർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോലെയുള്ളത്, സ്പർശിക്കുമ്പോൾ ഇരുമ്പ് പോലെ തോന്നുന്നത് എന്നാണ് അയസ്പർശങ്ങൾ. അയസ് ഇരുമ്പാണ്, സ്പർശിക്കുമ്പോൾ ഇരുമ്പ് പോലെ കഠിനങ്ങളായിരിക്കുന്ന സ്വമുഷ്ടിഭിഹി രണ്ടു കൂട്ടരുടെയും
ആ മുഷ്ടികളെ കൊണ്ട് അപിഷ്ടാം. അപിഷ്ടാം എന്ന് പറഞ്ഞാലോ ചതച്ചു, പരസ്പരം ഇടിച്ച് ചതക്കുകയാണ്. പേഷണം ചെയ്യുക. പേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അരയ്ക്കുക, ചതയ്ക്കുക, ചമ്മന്തിയാക്കുക. പിഷ്ടം എന്ന് പറഞ്ഞാല് പേസ്റ്റ്, മാവ്. പേഷണം ചെയ്യപ്പെട്ടത് പിഷ്ടം. അപ്പൊ അപിഷ്ടം എന്ന് പറഞ്ഞാലോ പരസ്പരം ഇടിച്ച് ചതച്ചു എന്നർത്ഥം, ചമ്മന്തിയാക്കുകയാണ്. അതാണ് അപിഷ്ടാം. അയസ്പർശൈ സ്വമുഷ്ടിഭിഹി അപിഷ്ടാം, പരസ്പരം പ്രഹരിച്ചു. അങ്ങനെ ഇവയോഹോ ഇവ പ്രഹരതോഹോ തയോഹോ. ഇവങ്ങൾ എന്ന് പറഞ്ഞാൽ ആനകൾ, രണ്ട് ആനകൾ തമ്മിൽ ഇടിക്കുന്നത് പോലെ പ്രഹരിക്കുന്നതായിട്ടുള്ള അവരുടെ തലതാടനോക്ത നിർഘാത വജ്ര പരുഷ ശബ്ദ ആസീത്. തലതാടനോക്ത, തലങ്ങൾ എന്നാൽ കൈത്തലങ്ങൾ, കൈത്തലം കൊണ്ടുള്ള താടനം, അതിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്നത്, പൊങ്ങുന്നത്. അപ്പൊ ശബ്ദം പൊങ്ങുകയാണ് ഇവിടുന്ന് കൈത്തലം കൊണ്ടുള്ള പ്രഹരം കൊണ്ട്. ഇപ്പൊ ഭീമസേനൻ ജരാസന്ധന്റെ ദേഹത്ത് പ്ലാ പ്ലാ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് അടിക്കും. നമ്മുടെ പാലക്കാട് ഓണത്തോട് ബന്ധപ്പെട്ട് എന്താ അതിന് പറയുക, പല്ലശ്ശേന എന്ന് പറയും പാലക്കാട്. അവിടെ ഒരു ഓണത്തല്ല് ഉണ്ട്. അതിന് നല്ലോണം അഭ്യാസമുള്ളവരായിട്ടുള്ള ആളുകളാണത് എല്ലാ വർഷവും പങ്കെടുക്കുന്നത്. അപ്പം തല്ലാൻ അഭ്യാസമുള്ളവര്, അത് കൊള്ളാൻ അഭ്യാസമുള്ളവര്, അവർ മുതുക് കാണിച്ചു കൊടുക്കും. ആ മുതുകത്താണ് അടി. ഓണത്തല്ല് കാണേണ്ടതാണ്. അതൊരു ഉപാസന പോലെയാണ്, അല്ലെങ്കിൽ ദേവിക്കുള്ളൊരു വഴിപാട് പോലെയാണ് പല്ലശ്ശേന ക്ഷേത്രത്തോട് ചേർന്നിട്ട്. അപ്പോൾ ആ കൈത്തലം കൊണ്ട് അടിക്കുന്ന ശബ്ദം നല്ലോണം കേൾക്കാം. അങ്ങനെ അതാണ് ഇവിടെ തയോഹോ തലതാടനോക്ത. തലതാടനം, കൈത്തല താടനം കൊണ്ടുണ്ടാകുന്ന ഉത്ഥാനം ചെയ്യുന്ന നിർഘാത വജ്രപരുഷ. നിർഘാതം എന്ന് പറഞ്ഞാൽ ഇടിയാണ്. ഇടിവെട്ടിന്റെ ആ വജ്രം പോലെ കഠിനമായിട്ടുള്ള പരുഷത്തോടു കൂടിയതായിട്ടുള്ള ശബ്ദ ആസീത്. ഭയങ്കരമായിട്ടുള്ള ശബ്ദം, ഇടിവെട്ട് പോലെയുള്ളതായിട്ടുള്ള ശബ്ദം ഇവർ തമ്മിൽ കൈത്തലം കൊണ്ട് അടിക്കുമ്പോൾ ഉണ്ടായി. അത്രയും ഭയാനകമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധം. അപ്പൊ ഗതയൊക്കെ പോയി. ഗത പോയിട്ട് ഇപ്പൊ കൈത്തലങ്ങൾ കൊണ്ടാണ് പ്രഹരണം. മുഷ്ടി കൊണ്ടും കൈത്തലം കൊണ്ടുള്ളതായിട്ടുള്ള അടി. തയോരേവം പ്രഹരതോഹോ സമശിക്ഷാബലൗജസോഹോ നിർവിശേഷമഭൂദ്യുദ്ധം അക്ഷീണജവയോർനൃപ. തയോരേവം പ്രഹരതോഹോ സമശിക്ഷാബലൗജസോഹോ നിർവിശേഷമഭൂദ്യുദ്ധം അക്ഷീണജവയോർനൃപ. അല്ലയോ പരീക്ഷിത് രാജാവേ, അവര് തയോഹോ ഏവം പ്രഹരതോഹോ, രണ്ടുപേരും ഇങ്ങനെ പ്രഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമശിക്ഷാ ബലൗജസോഹോ, അവർ രണ്ടുപേരുടെയും ശിക്ഷണവും ബലവും ഓജസ്സും സമം. ശിക്ഷണം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്, ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഭ്യാസ പാഠവം. ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ അടവുകൾ പയറ്റണം, ഇതൊക്കെ ഗുരുവിൽ നിന്ന് ശിക്ഷണം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും തുല്യ ശിക്ഷിതരാണ്. ഒരാൾ ഏതടവാണ് പ്രയോഗിക്കുന്നത് ഇത് തടുക്കുന്ന ആൾക്ക് അറിയണം. മർമ്മത്തിൽ അടിക്കുമ്പോൾ അതിനെ തടയാനുള്ളതായിട്ടുള്ള വിദ്യയും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആപത്താണ്. അവ രണ്ടുപേരും സമശിക്ഷിതരാണ്, തുല്യ അഭ്യാസമുള്ളവരാണ്, തുല്യ വിദ്യാഭ്യാസമുള്ളവരാണ്. ഈ വിഷയത്തിൽ നല്ല കോച്ചുകളിൽ നിന്ന് തന്നെയാണ് ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത് എന്നർത്ഥം. ബലരാമസ്വാമി സാക്ഷാൽ ഭീമസേനൻ സാക്ഷാൽ ബലരാമസ്വാമിയിൽ നിന്നും ദ്രോണാചാര്യരിൽ നിന്നും ഒക്കെയാണ് അഭ്യസിച്ചിട്ടുള്ളത്. ജരാസന്ധന്റെ ഗുരു ആരാണാവോ, എന്തായാലും ആള് മോശക്കാരനല്ല. അപ്പൊ ഇങ്ങനെ അവരുടെ സമശിക്ഷാ ബല ഓജസോഹോ, അവരുടെ ബലവും തുല്യമാണ് 10,000 ആനയുടെ. ഓജസ്, അവരുടെ ഊർജ്ജസ്വലതയും ഒരേപോലെ തന്നെയാണ്. രണ്ടുപേരും ഒരേ ആവേശത്തോടെ ഓജസ്സോടുകൂടെ പ്രഭാവത്തോടുകൂടെ പ്രഹരിക്കുകയാണ്. അങ്ങനെ പ്രഹരിക്കുമ്പോൾ അക്ഷീണ ജവയോഹോ തയോഹോ യുദ്ധം. അക്ഷീണ ജവം, ജവം എന്നാൽ വേഗം,
അവരുടെ വേഗത്തിന് യാതൊരു ക്ഷീണവും സംഭവിക്കുന്നില്ല. തുടക്കത്തിൽ ഏത് സ്പീഡിലാണ് അവർ യുദ്ധം ചെയ്തിരിക്കുന്നത് അതേ സ്പീഡിൽ തന്നെ, അതേ വേഗത്തിൽ തന്നെ, തളർച്ച കൂടാതെ വളരെ വാശിയോടുകൂടെ യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെയുള്ള അവരുടെ യുദ്ധം, തയോഹോ യുദ്ധം, ഹേ നൃപ നിർവിശേഷമഭൂത്. നിർവിശേഷം, യാതൊരു വിശേഷണവും ഇല്ലാത്തതായിട്ട് ഭവിച്ചു എന്ന് പറഞ്ഞാലോ, ഇതുപോലെ മറ്റൊന്ന് ഉപമിക്കാനില്ല എന്നർത്ഥം. മാത്രമല്ല ആർക്കും ജയപരാജയങ്ങളില്ലാത്തതായിട്ടും എന്നും അർത്ഥം. നിർവിശേഷം, വിശേഷം എന്ന് പറഞ്ഞാൽ സാമാന്യ ഭാവം നഷ്ടപ്പെടലാണ്. ആ സാമാന്യ ഭാവം രണ്ടുപേർക്കും തുല്യ അവസ്ഥ. അപ്പൊ ജയപരാജയങ്ങളില്ലാതെ രണ്ടുപേരും ഒരേപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു എന്നർത്ഥം. ഏവം തയോർ മഹാരാജ യുദ്ധ്യതോ സപ്തവിംശതി ദിനാനി നിരകൻ തത്ര സുഹൃദ്വത് നിശിതിഷ്ഠതോ. ഏവം തയോർ മഹാരാജ യുദ്ധ്യതോ സപ്തവിംശതി ദിനാനി നിരകൻ തത്ര സുഹൃദ്വത് നിശിതിഷ്ഠതോ. ഹേ മഹാരാജ, അല്ലയോ പരീക്ഷിത രാജാവേ, ഏവം യുദ്ധ്യതോഹോ, ഇവർ പകല് ഇങ്ങനെ യുദ്ധം ചെയ്യും. ആ യുദ്ധം തുറന്നുകൊണ്ടിരുന്നു. നിശി സുഹൃദ്വത് തത്ര തിഷ്ഠതോഹോ, നിശി രാത്രിയില് സുഹൃദ്വത് എന്നുള്ള സുഹൃത്തുക്കളെ പോലെ രാത്രിയിൽ പരസ്പരം യുദ്ധമില്ല, മത്സരമില്ല, ദേഷ്യമില്ല, നല്ല സൗഹൃദമാണ്. അപ്പൊ ഫ്രണ്ട്ലി മാച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ല, പരസ്പരം നല്ലൊരു സൗഹൃദ മത്സരം പോലെ പകല് യുദ്ധം ചെയ്യും, രാത്രിയായാൽ സുഹൃത്തുക്കളെ പോലെ. അതെന്താ വെച്ചാൽ ജരാസന്ധൻ നല്ല മാന്യനാണ്. അപ്പൊ ജരാസന്ധന്റെ അതിഥികളായിട്ടാണ് ഇവർ മൂന്നുപേരും കഴിയുന്നത്. ഇവർക്ക് വേണ്ടതെല്ലാം ജരാസന്ധൻ കൊടുക്കുന്നുണ്ട്. നല്ല ഭക്ഷണം, നല്ല താമസ സൗകര്യം, നല്ല എണ്ണയിട്ട് ശരീരം മസാജ് ചെയ്യാനുള്ളതായിട്ടുള്ള വ്യവസ്ഥകള്, ഇങ്ങനെ എന്താ വേണ്ട വെച്ചാൽ ഭീമസേനന് ഒരു കുറവുമില്ലാതെ അതിന്റെ പേരിൽ ജരാസന്ധൻ തന്നെ വഞ്ചിച്ചു, കള്ളക്കളി കളിച്ചു എന്നൊന്നും പറയാൻ ഇടകൊടുക്കാതെ നല്ലൊരു ആതിഥേയനായിട്ട് ഭീമസേനെ നല്ലതുപോലെ സൽക്കരിച്ചു. അപ്പൊ രാത്രിയിൽ നല്ല സുഹൃത്തുക്കളെ പോലെ എന്നാണ്. നിശി സുഹൃദ്വത് തിഷ്ഠതോഹോ തത്ര തിഷ്ഠതോഹോ തയോഹോ സപ്തവിംശതി ദിനാനി നിരകന്. സപ്തവിംശതി, വിംശതി 20, സപ്തവിംശതി 27 ദിനാനി ദിവസങ്ങൾ കടന്നുപോയി. നിരകൻ നിർഗമിച്ചു എന്നർത്ഥം. അപ്പൊ 27 ദിവസം കഴിഞ്ഞു. അന്ന് രാത്രി ഏകദാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദരഃ ന ശക്തോഹം ജരാസന്ധം നിർജേതും യുതി മാധവ. ഏകദാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദരഃ ന ശക്തോഹം ജരാസന്ധം നിർജേതും യുതി മാധവ. ഏകദാ ഒരിക്കൽ എന്ന് വെച്ചാൽ 27 ദിവസം കഴിഞ്ഞപ്പോ എന്നർത്ഥം. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത രാജാവേ കേൾക്കൂ. വൃഗോദരഃ മാതുലേയം പ്രാഹ. ആ വൃഗോദരൻ ഭീമസേനൻ മാതുലേയൻ എന്ന് വെച്ചാൽ അമ്മാവന്റെ മകനോട്, കൃഷ്ണനോട് പ്രാഹ ഇങ്ങനെ പറഞ്ഞു. മാധവ, അല്ലയോ മായയുടെ നാഥ, ലക്ഷ്മീപതേ, സർവശക്തനായിരിക്കുന്നവനേ എന്നൊക്കെ അർത്ഥം. ഹേ മാധവ, ജരാസന്ധം യുധി നിർജേതും അഹം ന ശക്തഃ. ജരാസന്ധനെ യുദ്ധത്തിൽ നല്ലതുപോലെ ജയിക്കാൻ ഞാൻ ശക്തനല്ല, എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഭഗവാനെ മാധവ എന്ന് വിളിച്ചുകൊണ്ട്, അങ്ങ് മായാനാഥനാണ്, അങ്ങേക്ക് അറിയാത്ത ഉപായങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരൂ, എനിക്ക് ഇവനെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്നില്ല, ഞാൻ ശക്തനല്ല, അവൻ എന്നേക്കാൾ ശക്തനായി തോന്നുന്നു എന്നിങ്ങനെ ഭഗവാനെ സമീപിച്ചു, ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ശത്രോർജന്മമൃതി വിദ്വാൻ ജീവിതം ച ജലാകൃതം പാർത്ഥമാപ്യായയൻ സ്വേന തേജസാ ചിന്തയദ്ഹരിഃ.
ശത്രോർജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥമാപ്യായൻ സ്വേന തേജസാ ചിന്തയദ്ഹരിഃ. ശത്രോഹോ ജന്മമൃതി, ശത്രുവായ ജരാസന്ധന്റെ ജന്മമൃതി, ദിവചനം ജന്മശ്ച മൃതിശ്ച. എങ്ങനെയാണ് ഇയാളുടെ ജന്മം, എങ്ങനെയാണ് ഇയാളുടെ മരണം ഉണ്ടാവുക, ഈ രഹസ്യം അറിയുന്നവനാണ് ആര്? ഭഗവാൻ. അതാണ് ശത്രോഹോ ജന്മമൃതി ജരാകൃതം ജീവിതം വിദ്വാൻ. ഇവന്റെ ജീവിതം, ഇവൻ എങ്ങനെയാണ് ജീവിച്ചത്? ജരാകൃതം ജീവിതം. ജര എന്ന് പറഞ്ഞ രാക്ഷസിയാൽ ജീവിപ്പിക്കപ്പെട്ടവനാണ്. അപ്പൊ ആ ജീവിതത്തെക്കുറിച്ചും വിദ്വാൻ ഹരിഹി, അറിയുന്നവനായ ഹരി. അപ്പൊ ഈ രഹസ്യങ്ങളൊക്കെ അറിയുന്നവനാണ് സർവജ്ഞനായ ഭഗവാൻ. അല്ലേ? ഈ ജരാസന്ധൻ മത്സ്യദേശത്തുണ്ടായിരുന്ന ഒരു രാജാവിന് പുത്രനായി ജനിക്കുന്നതാണ്. 2 കഷ്ണം ശരീരങ്ങളായിട്ട്. ഉപരിചര വസു എന്ന് പറയുന്നതായിട്ടുള്ള ഗന്ധർവനായിരുന്നു. ശാപം കൊണ്ട് അദ്ദേഹം ഭൂമിയിൽ വന്ന് രാജാവായതാണ്. ഈ മത്സ്യരാജാവായിരുന്ന രാജാവ് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയിലാണ് ഈ ജരാസന്ധൻ ഗർഭമുണ്ടായി പിറക്കുന്നത്. അപ്പൊ പ്രസവിച്ചപ്പോൾ 2 നെടുകെ പിളർന്ന 2 കഷ്ണം. അപ്പൊ അത് ജീവനില്ലാത്തത് കൊണ്ട് അത് വേസ്റ്റായിട്ട് ഉപേക്ഷിച്ചു. ബയോ വേസ്റ്റ്. ഈ ജരാസന്ധന്റെ സഹോദരിയായിട്ടാണ് സത്യവതിയും ജനിക്കുന്നത്, വ്യാസന്റെ അമ്മ, ഇതേ രാജാവിന്. പക്ഷെ ഇത് ഉപേക്ഷിക്കപ്പെട്ടു. ജരാസന്ധനെ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചപ്പോ ഒരു രാക്ഷസി, ജര എന്ന് പറയുന്ന രാക്ഷസി, അത് ഇതിനെ ഉപേക്ഷിച്ചിരിക്കുന്നത് കണ്ട് കൗതുകം തോന്നി. ഒരു കോമള ബാലൻ, കൊച്ചുകുട്ടി, പ്രസവിച്ചതായിട്ടുള്ള കുട്ടി, ആ 2 ശരീര കഷ്ണങ്ങളും എടുത്തിട്ട് ചേർത്ത് വെച്ചു. ഒരു സങ്കല്പം ചെയ്തു. ചേർത്ത് വെച്ച് സങ്കല്പിച്ചതോടുകൂടിയിട്ട് ആ 2 കൂടി ചേർന്ന് ജരാസന്ധനായി തീർന്നു. ജരയാൽ സന്ധി ചെയ്തവൻ, സന്ധിപ്പിക്കപ്പെട്ടവൻ. അപ്പൊ ഇത് അറിയുന്നവനാണ് ഭഗവാൻ. വേറെ ആർക്കും ഈ രഹസ്യമൊന്നും അങ്ങനെ അറിയില്ല. അപ്പൊ പിന്നീട് മഗധ രാജാവായി തീർന്നതാണ് ഈ ജരാസന്ധൻ. അപ്പോ ശത്രോർ ജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം. ജരയാൽ ചെയ്യപ്പെട്ട ജീവിതത്തെക്കുറിച്ചും അറിയുന്നവനായിട്ടുള്ള ഭഗവാൻ ഹരിഹി പാർത്ഥം ആപ്യായൻ സ്വേന തേജസ. സ്വേന തേജസ പാർത്ഥം ആപ്യായൻ. തന്റെ തേജസ് കൊണ്ട്, തന്റെ ശക്തി കൊണ്ട് പാർത്ഥനെ അഥവാ പ്രജാപുത്രനായ ഭീമനെ ആപ്യായൻ, ആപ്യായനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. അപ്പോൾ ഭഗവാൻ തന്റെ തേജസ് അമൃതവർഷത്തിലൂടെ, കടാക്ഷത്തിലൂടെ പകർന്നു കൊടുത്തു കാണും, തലോടിക്കാണും. ജ്യേഷ്ഠന്റെ ശരീരമൊക്കെ ഒന്ന് തലോടിക്കാണും. ആ തലോടലിലൂടെ തന്റെ ശക്തിയെ പകർന്നു കൊടുത്തിട്ട് എന്നാണ് സ്വേന തേജസ പാർത്ഥം ആപ്യായൻ. പാർത്ഥനെ ശക്തിപ്പെടുത്തിയിട്ട്, പോഷിപ്പിച്ചിട്ട്, ഊർജസ്വലനാക്കിയിട്ട് ഹരിഹി അചിന്തയത്. ഹരി ചിന്തിച്ചു, ഭഗവാൻ ചിന്തിച്ചു. ഇനിയിപ്പോ ഇവന് എങ്ങനെയാണ് ജരാസന്ധനെ വധിക്കേണ്ടത് എന്നുള്ള ഉപായം ചിന്തിച്ച് അത് ഭീമസേനന് കാണിച്ചു കൊടുക്കണം. സഞ്ചിന്യാരിവധോപായം ഭീമസ്യാമോഘദർശനഃ ദർശയാമാസ വിടഭം പാടയന്നിവ സംജ്ഞയാ. സഞ്ചിന്യാരിവധോപായം ഭീമസ്യാമോഘദർശനഃ ദർശയാമാസ വിടഭം പാടയന്നിവ സംജ്ഞയാ. ഇവനെ എങ്ങനെ വധിക്കാമെന്ന് ഭഗവാൻ ചിന്തിച്ച് ഉപായം കണ്ടുപിടിച്ചു. അതാണ് അമോഘ ദർശന. ഭഗവാന്റെ ദർശനം അഥവാ ചിന്ത ഒരിക്കലും വ്യർത്ഥമാവുകയില്ല, അമോഘമാകും. മോഘം എന്നാൽ വ്യർത്ഥം, അമോഘം വ്യർത്ഥമാവാത്തത്.
അപ്പൊ ഭഗവാൻ എന്ത് ചിന്തിച്ചാലും അതിന് ഉത്തരം കിട്ടിയിരിക്കും. അങ്ങനെ അമോഘ ദർശനനായിട്ടുള്ള സഫലമായ ആലോചനയോടുകൂടിയവനായിട്ടുള്ള ഭഗവാൻ അരിവതോപായം സഞ്ചിന്യ, ശത്രുവിനെ വധിക്കുവാനുള്ള ഉപായം ചിന്തിച്ചിട്ട് ഭീമസ്യ, ആ ഭീമന് ദർശയാമാസ, താൻ കണ്ടെത്തിയ ആശയം ഭീമസേനന് ദർശിപ്പിച്ചു. എങ്ങനെ? വിടപം പാടയന്നിവ, വിടപത്തെ പാടനം ചെയ്യുന്നത് പോലെ. അപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ഭഗവാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഭീമസേനൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, എന്താണ് തനിക്ക് ഉപായം പറഞ്ഞു തരാൻ പോകുന്നത് ഈ കൃഷ്ണൻ എന്നിങ്ങനെയുള്ള പ്രത്യാശയോടെ ഭഗവാനെ നോക്കുമ്പോൾ ഭഗവാൻ ആ വൃക്ഷത്തിന്റെ ഒരു ശാഖ ഒടിച്ചു, ഒരു കൊമ്പൊടിച്ചു. എന്നിട്ട് അതിന്റെ തണ്ടിനെ പ്രത്യേകമായിട്ട് എടുത്ത് രണ്ടാക്കി ചീന്തി, നെടുകെ ചീന്തി, കുറുകെ മുറുക്കിയല്ല, നെടുകെ ചീന്തിയിട്ട് വിപരീത ദിശയിലേക്ക് അതിൻ്റെ തലഭാഗവും കടഭാഗവും മാറി മാറി വരുന്നത് പോലെ ഉപേക്ഷിച്ച് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ മഹാഭാരതത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. അതിൻ്റെ ഒരു സംഗ്രഹമാണ് ഭാഗവതം. അപ്പൊ ഇവിടെ വിടവം പാടയന്നിവ, ഒരു വൃക്ഷത്തിന്റെ കഷ്ണത്തെ, ഒരു ശാഖയെ ഒടിച്ച് അതിനെ പാടനം ചെയ്ത് എന്താണ് ഉപായം എന്നുള്ളത് ഭഗവാൻ ക്ലൂ കൊടുത്തു, കാണിച്ചു കൊടുത്തു. ദർശയാമാസ തദ്വിജ്ഞായ മഹാസത്വോ ഭീമഃ പ്രഹരതാം വരഃ ഗൃഹീത്വാ പാദയോ ശത്രും പാദയാമാസ ഭൂതലേ. തദ്വിജ്ഞായ മഹാസത്വോ ഭീമഃ പ്രഹരതാം വരഃ ഗൃഹീത്വാ പാദയോ ശത്രും പാദയാമാസ ഭൂതലേ. തദ്വിജ്ഞായ, ഭഗവാന്റെ ഈ സൂചന പിടികിട്ടി. ആർക്ക്? ഭീമസേന. ബുദ്ധിമാനാണ് ഭീമസേനൻ. അപ്പോ മഹാസത്വ, അതിബലവാനായിട്ടുള്ള ഭീമസേനൻ പ്രഹരതാം വരഃ, ഗദായുദ്ധത്തിലും ദ്വന്ദ്വയുദ്ധത്തിലുമെല്ലാം ശ്രേഷ്ഠനായിട്ടുള്ള ഭീമസേനൻ, ഈ ബലവാനായിട്ടുള്ള ഭീമസേനൻ ഈ ക്ലൂ മനസ്സിലാക്കിയിട്ട്, കൃഷ്ണന്റെ ഉപായം മനസ്സിലാക്കിയിട്ട് തദ്വിജ്ഞായ പ്രഹരതാം വരഃ മഹാസത്വ ഭീമഃ ശത്രും പാദയോഹോ ഗൃഹീത്വ, ആ ശത്രുവായ ജരാസന്ധനെ രണ്ട് കാലിലും പിടിച്ചിട്ട്, പാദയോഹോ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിലും ഗൃഹീത്വ പിടിച്ചിട്ട് പാദയാമാസ ഭൂതലേ, ഭൂമിയിലേക്ക് പതിപ്പിച്ചു. അപ്പൊ ജരാസന്ധന്റെ കാല് വാരി മലത്തി അടിച്ചു. ഇപ്പൊ ജരാസന്ധൻ ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏകം പാദം പദാക്രമ്യ ദോർഭ്യാം അന്യം പ്രഗൃഹ്യ സഹ ഗുദദഃ പാടയാമാസ ശാഖാമിവ മഹാഗജഃ. ഏകം പാദം പദാക്രമ്യ ദോർഭ്യാം അന്യം പ്രഗൃഹ്യ സഹ ഗുദദഃ പാടയാമാസ ശാഖാമിവ മഹാഗജഃ. ഏകം പാദം പദ ആക്രമ്യ, ഏകം പാദം എന്ന് പറഞ്ഞാൽ ജരാസന്ധന്റെ ഒരു കാലിനെ, ഒരു പാദത്തെ പദ, ഭീമസേനന്റെ പാദം കൊണ്ട് ഭീമസേനൻ ചവിട്ടിപ്പിടിച്ച്, ആക്രമ്യ എന്ന് പറഞ്ഞാൽ കാലെടുത്ത് വെച്ചിട്ട്. അപ്പൊ ഭീമസേനൻ തന്റെ കാലിനെ ജരാസന്ധന്റെ ഒരു കാലിലേക്ക് ചവിട്ടിപ്പിടിച്ചു. ദോർഭ്യാം, രണ്ട് കൈകളെ കൊണ്ടും, അന്യം പ്രഗൃഹ്യ, മറ്റേ കാലിനെ പിടിച്ചിട്ട്, സഹ ഭീമഃ ഗുദതഃ പാടയാമാസ. അല്ലേ, രണ്ട് കാലം ഓൾറെഡി പിളർന്നിട്ടുണ്ട്. പിന്നെ അവന്റെ ആ കവരത്തിൽ നിന്ന് വേണം പിരിക്കാൻ. അതാണ് ഗുദത എന്ന് പറഞ്ഞ സന്ധി, കാലുകളുടെ സന്ധിസ്ഥാനമാണ് ഗുദം. അപ്പൊ ഗുദത്തിൽ നിന്ന് തുടങ്ങി അതിനെ ചീന്തി എടുത്തു, പാടയാമാസ, വേർപെടുത്തിയെടുത്തു. അതാണ് പാടയാമാസ. ഏതുപോലെ? മഹാഗജഃ ശാഖാം ഇവ, കൊമ്പനാന എങ്ങനെയാണോ ഒരു വൃക്ഷത്തിന്റെ ശാഖയെയെല്ലാം ചീന്തിയെടുക്കുന്നത്, ഇപ്പൊ വൃക്ഷശാഖകളെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചെടുക്കും. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു കാലിനെ പിടിച്ചുകൊണ്ട് മറുകാലിൽ ചവിട്ടിപ്പിടിച്ച് രണ്ട് കാലുകളെയും തമ്മിൽ അകത്തി വലിച്ച് രണ്ടാക്കി നെടുകെ ഭീമസേനൻ ഈ ജരാസന്ധനെ കീറി എന്നർത്ഥം.
ഒരു വൃക്ഷശാഖയെ ആന ചീന്തിയെടുക്കും പോലെ ഗുദതഃ പാടയാമാസ, ഗുദം മുതൽക്ക് പിളർത്തിയെടുത്തു എന്നാണ്. ഏകപാദോരു വൃഷണ കടിപൃഷ്ടസ്തനാംസകേ ഏകബാഹ്വക്ഷിഭ്രൂകർണേ സകലേ ദദൃശുഃ പ്രജാഃ. ഏകപാദോരു വൃഷണ കടിപൃഷ്ടസ്തനാംസകേ ഏകബാഹ്വക്ഷിഭ്രൂകർണേ സകലേ ദദൃശുഃ പ്രജാഃ. ശകലേ എന്ന് പറഞ്ഞാൽ ശകലം ഏകവചനം, ശകലേ ദ്വേ ശകലേ, രണ്ട് ശകലങ്ങൾ. ശകലങ്ങൾ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ. അപ്പൊ രണ്ട് കഷ്ണങ്ങളായിട്ട് ദദൃശുഹു പ്രജാഹ, അവിടെ നിൽക്കുന്ന പ്രജകളെല്ലാം കണ്ടു. ജരാസന്ധന്റെ ആളുകളൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ ദർശിച്ചു. എന്താ? രണ്ട് ശകലങ്ങൾ. എങ്ങനെയായിട്ട്? ഏകപാദം എന്ന് പറഞ്ഞാൽ ഒരു കാല്, അതിൻ്റെ കൂടെ ഊരു, പാദം ഊരു, ഒരു തൊട. വൃഷണം എന്ന് പറഞ്ഞാൽ ജരാസന്ധൻ പുരുഷനായതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ട് വൃഷണങ്ങൾ ഉണ്ടാവും. അതിന്റെ പകുതിയിലാണ് കീറിയിരിക്കുന്നത്. അങ്ങനെ വൃഷണം ഒന്ന് വേർതിരിഞ്ഞ് ഒരു ഭാഗം, മറ്റൊന്ന് വേറൊരു ഭാഗത്ത്. കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, അതും ഒരു ഭാഗത്ത്. പൃഷ്ഠം പിൻഭാഗം അല്ലേ, അതും രണ്ടും രണ്ടായി. ചന്തി, സന്ധിയാണ് ചന്തി എന്ന് മലയാളത്തിൽ പറയുന്നത്. സന്ധി ചേർന്ന സ്ഥാനം ചന്തി എന്ന് നമ്മൾ മലയാളികൾ പറയുന്നു. അപ്പൊ അത് രണ്ടായി, പൃഷ്ഠം രണ്ടായി. സ്തനം, രണ്ട് സ്ഥലങ്ങളാണ്. അത് ഒന്ന് ഒരു ഭാഗത്ത്, ഒന്ന് മറ്റൊരു ഭാഗത്ത്. അംസകം എന്ന് പറഞ്ഞാൽ തോള്. അപ്പൊ ഒരു തോള് ഒരു ഭാഗത്ത്, ഒരു തോള് മറ്റേ കഷ്ണത്തില്. ഏകബാഹു അക്ഷി ഭ്രൂകർണേ, ഒരു ബാഹു, ഒരു കൈ ഒരു ഭാഗത്ത്, മറ്റൊരു കൈ മറ്റൊരു ഭാഗത്ത്. അക്ഷി, ഒരു കണ്ണ് ഒരു ഭാഗത്ത്, മറ്റൊരു കണ്ണ് മറ്റൊരു ഭാഗത്ത്. ബ്രൂ, പുരികക്കൊടി, ഒരു പുരികം ഒരു ഭാഗത്ത്, ഒരു പുരികം മറ്റൊരു ഭാഗത്ത്. കർണങ്ങൾ, രണ്ട് കർണങ്ങളിൽ ഒരു കർണം ഒരു ഭാഗത്ത്, മറ്റൊരു കർണം മറ്റൊരു കഷ്ണത്തില്. ഇങ്ങനെ രണ്ട് ശകലങ്ങളായി നെടുകെ കീറി ഇങ്ങനെ രണ്ടായി പ്രജകൾ കണ്ടു. അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ദൃശ്യത്തെ ദർശിച്ചു. ഭീമസേനൻ തന്റെ ശക്തിയെ പ്രകടിപ്പിച്ചു. ഭഗവാന്റെ അനുഗ്രഹമാണത്. ഭഗവാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഭീമസേനൻ തളർന്നേനെ, പരാജയപ്പെട്ടേനെ. ഇപ്പൊ ഭഗവാൻ എല്ലാം ചെയ്തു കൊടുത്തു. ഭീമസേനന് ക്രെഡിറ്റ്. ജയിച്ചതാരാ ചോദിച്ചാൽ ഭീമസേനൻ. ആരാ ജരാസന്ധനെ വധിച്ചത്? ഭീമസേനൻ. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ പുറകിൽ ആരുടെ അനുഗ്രഹമാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ രണ്ട് ശകലങ്ങളായി കാണപ്പെട്ടു. ഹാഹാകാരോ മഹാനാസീത് നിഹതേ മഗധേശ്വരേ പൂജയാമാസ ദുർഭീമം പരിരഭ്യ ജയാച്യുതൗ. ഹാഹാകാരോ മഹാനാസീത് നിഹതേ മഗധേശ്വരേ പൂജയാമാസ ദുർഭീമം പരിരഭ്യ ജയാച്യുതൗ. മഗധേശ്വരേ നിഹതേ സതി, ആ മഗധേശ്വരനായ ജരാസന്ധൻ നിഹനിക്കപ്പെട്ടപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ മഹാൻ ഹാഹാകാര ആസീത്, അതിഗംഭീരമായ മഹത്തായ ഹാ 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 എന്നുള്ള ശബ്ദം ഉണ്ടായി. മഗധ ദേശവാസികൾ ജരാസന്ധനെ കൊന്നത് കണ്ട് കഷ്ടം തോന്നി. അവരുടെ രാജാവാണ് നശിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദേശവാസികൾ എല്ലാവരും തന്നെ ഹാ 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 എന്ന് ശബ്ദിച്ചു. ദേവന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ഋഷിമുനിമാരും എല്ലാം ആകാശത്തിലുണ്ടാവും. അവരും അത്ഭുതം കൊണ്ട് ഹാ 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 എന്ന് ശബ്ദിച്ചു കാണും. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഹാഹാകാര മഹാനാസീത്, മഹത്തായ ഹാ ഹാ എന്നുള്ള നിലവിളി ഉണ്ടായി. ആ സമയത്ത് ജയാച്യുതൗ ഭീമം പരിരഭ്യ പൂജയാമാസതുഹു. പൂജയാമാസതുഹു എന്നുള്ളത് ദ്വിവചനമാണ്. രണ്ടുപേർ പൂജിച്ചു എന്നാണ്. അപ്പൊ ആരായി രണ്ടുപേർ? ജയ അച്യുതൗ. ജയൻ എന്നാൽ വിജയൻ തന്നെ. ആരാ? അർജുനൻ. അപ്പൊ അർജുനനും അച്യുതനും കൃഷ്ണനും രണ്ടുപേരും ഭീമം പരിരഭ്യ, ഭീമനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, രണ്ടുപേർക്കും ജ്യേഷ്ഠനാണ് ഭീമൻ. അപ്പൊ ആ ജ്യേഷ്ഠനായ ഭീമനെ അർജുനനും ഭഗവാനും
പരിരംഭണം ചെയ്ത് ആലിംഗനം ചെയ്ത് പൂജയാമാസതു സൽക്കരിച്ചു അഥവാ അഭിനന്ദിച്ചു, ആദരിച്ചു എന്നൊക്കെ അർത്ഥം. അദ്ദേഹത്തെ ബഹുമാനിച്ചു. ജ്യേഷ്ഠൻ മഹാശക്തനാണ്, ജ്യേഷ്ഠൻ വിജയിച്ചിരിക്കുന്നു. ഇപ്പൊ ഭീമസേനന് വിജയം എന്താ പറയുക, ജയ് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് രണ്ടുപേരും ആലിംഗനം ചെയ്തു എന്ന് പറയണം. പൂജയാമാസതുർഭീമം പരിരഭ്യ ജയ അച്യുതൗ ജയശ്ച അച്യുതശ്ച. സഹദേവം ദത്തനയം ഭഗവാൻ ഭൂതഭാവനഃ അഭ്യഷിഞ്ചത് അമേയാത്മാ മഗധാനം പതിം പ്രഭുഃ മോചയാമാസ രാജന്യാൻ സമൃദ്ധാ മാഗധേനയേ. സഹദേവം ദത്തനയം ഭഗവാൻ ഭൂതഭാവനഃ അഭ്യഷിഞ്ചത് അമേയാത്മാ മഗധാനാം പതിം പ്രഭുഃ മോചയാമാസ രാജന്യാൻ സമൃദ്ധാ മാഗധേനയേ. അപ്പൊ ഭഗവാൻ ഉടനെ തന്നെ എന്ത് ചെയ്തു? ഭൂതഭാവനഃ, എല്ലാ ഭൂതങ്ങളെയും ഭവിപ്പിക്കുന്നവനും അഭിവൃദ്ധിയെ പ്രാപിപ്പിക്കുന്നവനും ലോകത്തെ രക്ഷിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ അമീയാത്മാ, ഭഗവാന്റെ വൈഭവം സ്വരൂപം എന്തെന്ന് അളക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അചിന്ത്യ മഹിമാവാർന്ന ഭഗവാൻ പ്രഭുഹു, ഭഗവാൻ ആ പ്രഭുവായ ഭഗവാൻ തത്തനയം സഹദേവം മഗധാനാം പതിം അഭ്യഷിഞ്ചത്. തത്തനയം സഹദേവം, തത്തനയം എന്ന് പറഞ്ഞാൽ തസ്യ തനയം, കസ്യ ജരാസന്ധസ്യ, ജരാസന്ധസ്യ തനയം സഹദേവം. സഹദേവൻ എന്നാണ് ജരാസന്ധന്റെ മകന്റെ പേര്. ആ ജരാസന്ധപുത്രനായ സഹദേവനെ മഗധാനാം പതിം അഭ്യഷിച്ചത്, മഗധദേശങ്ങളുടെ എല്ലാം പതിയായി അഭിഷേകം ചെയ്തു. അപ്പൊ നീയാണ് ഇനി ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന് പറഞ്ഞ് സഹദേവനെ രാജാവാക്കി. അതോടുകൂടി സഹദേവൻ വിധേയനാണ് ആർക്ക്? ഭീമസേനനും ഭഗവാനും. ഭീമസേനൻ അച്ഛനെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി തന്നെയും വേണമെങ്കിൽ വധിക്കാം, അതിനുള്ള ശക്തിയുള്ള ആള് തന്നെയാണ്. പക്ഷെ അത് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ജരാസന്ധനെ വധിക്കുക, കാരാഗൃഹത്തിലുള്ള രാജാക്കന്മാരെ മോചിപ്പിക്കുക. ബാക്കി നാട്ടുകാരെയൊന്നും വധിക്കേണ്ട കാര്യമില്ല, മകനെ വധിക്കേണ്ട കാര്യമില്ല. ആ സഹദേവൻ മാന്യനാണ്, നല്ലവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ രാജാവാക്കി വാഴിച്ച് ഉത്തരവാദിത്വം കൊടുത്തു. സഹദേവനാകട്ടെ യുധിഷ്ഠിരനോടും പാണ്ഡവന്മാരോടും വിധേയമുള്ള സാമന്തനായി തീർന്നു എന്നർത്ഥം. ഇനി കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ സഹായിക്കാനൊക്കെ വരും. അപ്പൊ അഭിഷേകം ചെയ്തു. മാഗധേന യേ സമൃദ്ധാഹ രാജന്യാൻ മോചയാമാസ. മാഗധേന സമൃദ്ധാഹ, ഈ മഗധ രാജാവായ ജരാസന്ധനാൽ കാരാഗൃഹത്തിൽ രോധിക്കപ്പെട്ടവർ, തടഞ്ഞു വെക്കപ്പെട്ടവർ, ബന്ധനസ്ഥനാക്കപ്പെട്ടവർ ആരാണ്? 20,800 രാജാക്കന്മാർ അല്ലെ? ആ രാജാക്കന്മാര് ഭഗവാനോട് അഭയം ചോദിച്ചിരുന്നു, ദൂതനെ അയച്ചിരുന്നു, ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന്. അപ്പോൾ ആ കാര്യം ഭഗവാൻ ഇവിടെ സാധിച്ചു എന്നാണ്. അതാണ് മാഗധേന ഏ രാജന്യാഹ സമൃദ്ധാഹ താൻ രാജന്യാൻ മോചയാമാസ. ആ രാജാക്കന്മാരെയെല്ലാം ഭഗവാൻ മോചിപ്പിച്ചു. അപ്പൊ സഹദേവനോട് ആജ്ഞാപിച്ചു, ഹേ സഹദേവ, നിന്റെ അച്ഛൻ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നതായിട്ട് രാജാക്കന്മാരെയൊക്കെ നീ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നല്ല അനുസരണയുള്ള സാമന്തനായ സഹദേവൻ ഭഗവാന്റെ ആജ്ഞയെ പാലിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ കാരാഗൃഹത്തിൽ വെച്ചിരിക്കുന്ന രാജാക്കന്മാരെയെല്ലാം മോചിപ്പിച്ചു. ഇത് ചുരുക്കി പറഞ്ഞു. ഇനി ആ മോചനം എങ്ങനെയായിരുന്നു? മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാർ ഭഗവാനെ എങ്ങനെയാണ് കണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്തുതിച്ചത്, അവർ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിച്ചത്, ഇതെല്ലാം അടുത്ത അധ്യായത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇവിടെ ചുരുക്കി പറഞ്ഞു, ഈ രാജാക്കന്മാരെ ഭഗവാൻ മോചിപ്പിച്ചു എന്ന് മാത്രം. ഇനി തുടർച്ച നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അത് വൈകുന്നേരം നോക്കാം. ഇപ്പൊ നിർത്താം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ജരാസന്ധവധോ നാമ 27തമോऽധ്യായഃ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഈ രാജാക്കന്മാരുടെ നല്ലൊരു സ്തുതിയുണ്ട്. 8-ാം ശ്ലോകം മുതൽക്ക് 16-ാം ശ്ലോകം വരെ 9 ശ്ലോകങ്ങൾ കൊണ്ടുള്ള അതിമനോഹരമായിട്ടൊരു സ്തുതി ഒക്കെ നമുക്ക് വൈകിട്ട് നോക്കാം. ഓം ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ധർമ്മസന്ദേശ യാത്രയോടനുബന്ധിച്ച് എല്ലാ ജനങ്ങൾക്കും വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ വിലയ്ക്ക് കൊടുക്കാനായിക്കൊണ്ട് പ്രത്യേകമായിട്ട് ഒരു പുസ്തകം അടിച്ചു. അത് പക്ഷെ മുമ്പേയുള്ള പുസ്തകം തന്നെയാണ്. ഹിന്ദുധർമ്മ പരിചയം എന്നുള്ളൊരു പുസ്തകം. ഹിന്ദുധർമ്മ പരിചയം ശ്രീരാമകൃഷ്ണ മിഷന്റെ പബ്ലിക്കേഷനാണ്. നല്ല വലിയൊരു ബുക്കാണ്. ഹിന്ദുധർമ്മത്തെക്കുറിച്ച് സമഗ്രമായിട്ട് കാര്യങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. ഇത് രചിച്ചിരിക്കുന്നത് പരമേശ്വരാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ സമാധിയായ ഒരു സ്വാമിജിയാണ്. അദ്ദേഹം ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച ഒരു മഹാത്മാവാണ്. അദ്ദേഹം മുമ്പ് അറിയപ്പെട്ടിരുന്നത് സാധുശീലൻ പരമേശ്വരൻ പിള്ള എന്നാണ്. സാധുശീലൻ പരമേശ്വരൻ പിള്ള നമ്മുടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ, അതിൻ്റെ മുകളിൽ ആ വിവേകാനന്ദ സ്മാരകം, അതുപോലെ വിവേകാനന്ദപുരം, ഇതിൻ്റെയൊക്കെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹാത്മാവാണ്. ഏകനാഥ് റാണഡെ എന്ന് പറഞ്ഞൊരു മഹാത്മാവാണ് വിവേകാനന്ദ പാറയിലുള്ള വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് പണിയെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം സഹായിയായിട്ട് പ്രവർത്തിച്ച ആളാണ് സാധുശീലൻ പരമേശ്വരൻ പിള്ള. പണ്ടത്തെ RSSൻ്റെയൊക്കെ വലിയ പ്രചാരകനും പ്രവർത്തകനുമായിരുന്ന ആളാണ്. അദ്ദേഹമാണ് പിന്നീട് സന്യാസം സ്വീകരിച്ച് പരമേശ്വരാനന്ദ സരസ്വതിയായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനയാണ്. നല്ലൊരു പുസ്തകമാണ്. 160 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ ഇത് വേണ്ടവർക്ക് എല്ലാ വീടുകളിലും അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഹിന്ദു ഗൃഹങ്ങളിലെല്ലാം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ കുറേ കൂടുതൽ പ്രിന്റ് ചെയ്തു. അത്ര അങ്ങോട്ട് വിചാരിച്ച പോലെ ചിലവായിട്ടില്ല. അപ്പോൾ കുറേ ബാക്കിയുണ്ട്. അപ്പോൾ ആ ധനം രാമകൃഷ്ണ മിഷന് കൊടുക്കേണ്ടതുണ്ട്. ധർമ്മസന്ദേശ യാത്ര സംഘടിപ്പിച്ച മാർഗദർശക മണ്ഡലം രാമകൃഷ്ണ മിഷന് ഇതിൻ്റെ പ്രിന്റിങ്ങിൻ്റെ വില കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ അഡ്രസ്സും തന്നാൽ അയച്ചു തരാം. 160 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. പോസ്റ്റേജ് നമ്മൾ ഫ്രീ ആക്കി തരാം. 45 രൂപയോളം പോസ്റ്റേജ് വരും. അത് ഫ്രീ ആക്കി തരാം. ബുക്കിൻ്റെ വില മാത്രം തന്നാൽ മതി. പോസ്റ്റേജ് അടക്കം 160 രൂപയ്ക്ക് തരാം. അപ്പം ആരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ വീടുകളിലും വേണ്ടതാണ് ഹിന്ദുധർമ്മ പരിചയം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ആവശ്യപ്പെടൂ. എനിക്ക് സൗകര്യമായിരിക്കും. ഞാൻ കുറേ ബുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തീർന്നാലും സ്റ്റോക്കുണ്ട്, ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നത് തന്നെ ഹിന്ദു എന്നാൽ ആരാണ്, ഹിന്ദു പാരമ്പര്യം, ഹിന്ദുക്കളുടെ മതം, ഹിന്ദുധർമ്മം, ധർമ്മവും സംസ്കാരവും, ഭാരത സംസ്കാരം, ഷോഡശ സംസ്കാരങ്ങൾ, 4 ആശ്രമങ്ങൾ, പഞ്ചമഹായജ്ഞങ്ങൾ, ചാതുർവർണ്ണ്യം, പുരുഷാർത്ഥം, യോഗചതുഷ്ടയം, കർമ്മഗതി, പുനർജന്മം, യജ്ഞവും പ്രപഞ്ചതത്വവും, അവതാരം, ദേവാസുരന്മാരും സ്വർഗനരകങ്ങളും, സദാചാരം, ഷഡ്ദർശനങ്ങൾ, ഈശ്വരൻ ഒന്നോ പലതോ, മോക്ഷം,
വേദം ഹിന്ദുവിന്റെ മതഗ്രന്ഥം, വേദസ്വരൂപം, 4 വേദങ്ങൾ, വേദോപനിഷത്തുക്കൾ, സ്മൃതി മാനവധർമ്മശാസ്ത്രം, ആഗമതന്ത്രശാസ്ത്രം, ഇതിഹാസം, പുരാണം, 18 പുരാണങ്ങൾ, ശാസ്ത്ര പാരമ്പര്യം, സംസ്കൃത ഭാഷ, പല മതസാരവുമേകം, വിവിധ മതങ്ങൾ, നവോത്ഥാന പരമ്പര, രാജനീതി, ക്ഷേത്രങ്ങൾ, തീർത്ഥവും തീർത്ഥാടനവും, വ്രതവും ഉത്സവവും, നിത്യനൈമിത്തിക കർമ്മങ്ങൾ, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ, അനുബന്ധ ധർമ്മം ദൈനംദിന ജീവിതത്തിൽ, അനുക്രമണിക, ഇങ്ങനെ കുറെ സബ്ജക്റ്റ് അത്രയും സബ്ജക്റ്റ് വൈസായിട്ട് വിസ്തരിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. എല്ലാവരും വീടുകളിൽ എല്ലാവരും വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ കാണുന്ന മാതിരി പ്രദർശിപ്പിച്ച് വെക്കുകയും ചെയ്യുക, വായിക്കുകയും ചെയ്യുക. വെറുതെ എടുത്ത് ഷോക്കേസിൽ വെക്കാനല്ല, എല്ലാവരും കാണുന്നത് പോലെ വെച്ച് ടീപ്പോയിൽ വെച്ച് വരുന്നവരൊക്കെ നോക്കട്ടെ. ഇനി ആർക്കും സമ്മാനമായിട്ട് കൊടുക്കാം. വിശേഷ ദിവസങ്ങളിൽ, പിറന്നാളുകൾക്ക്, ഗൃഹപ്രവേശത്തിന് ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കാം. VPP വേണ്ട, ഗൂഗിൾ പേ ഇപ്പോൾ ഈസി ആണല്ലോ. VPP വരുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. എന്താ വെച്ചാൽ എപ്പോഴും ഞാനിവിടെ വേണം പോസ്റ്റ്മാൻ വരുമ്പോൾ ആ ക്യാഷ് സ്വീകരിക്കാൻ. പോസ്റ്റ്മാന് പണി കൊടുക്കും. മാത്രമല്ല അതിന് 5% എക്സ്ട്രാ വരും. VPP കമ്മീഷൻ, മണി ഓർഡറിൻ്റെ കമ്മീഷൻ വരും. അപ്പോൾ പൈസയും കൂടുതൽ, നമ്മളിവിടെ കാത്തിരിക്കുകയും വേണം. 2 ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ പേ ഈസിയാണ്. 160 രൂപ പേ ചെയ്തിട്ട് അഡ്രസ്സും തന്നാൽ എല്ലാവർക്കും അയച്ചു തരാം. പോസ്റ്റേജ് ഫ്രീ ആണ്. ഹരിയോ. അപ്പം ഇന്ന് സമർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.